പക്ഷേ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ മാനാജർ കഴിഞ്ഞ മുതലക്കുളം എന്ന് പറയും. പക്ഷെ ഞാൻ അവിടെ കുളം മുതലൊന്നും കാണില്ല. പിന്നെ എന്താ അവിടെ അങ്ങനെ പറയുന്നത്? അവിടെ മുമ്പൊരു മുതലക്കുളം ഉണ്ടായിരുന്നു. ആ മുതലക്കുളം എന്ന് പറയുന്നത് ആ സ്ഥലങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലമായിരുന്നു അവിടെ. അങ്ങനെ കുറ്റവാളികളായി വരുന്ന ആളുകളെ ആ കുളത്തിലെ മുതലകൾ നിറയുള്ളൊരു കുളമായിരുന്നു. ആ കുളത്തിലേക്ക് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾ ഇട്ട് കൊടുക്കുകയും അതിനെ മുതല കഴിക്കുകയും ചെയ്യും. അതായിരുന്നു അന്നത്തെ ഒരു ശിക്ഷ. അപ്പം അതാണ് ലോപിച്ച് പിന്നെ ഈ മുതലക്കുളം എന്ന പേര് വരാനുള്ള കാരണം. സാമൂതി രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുന്ന, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച പാത്രമൊക്കെ കഴുകില്ലേ, അങ്ങനെ കഴുകുന്നതൊക്കെ ഒരു കുളമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് ബ്രിട്ടീഷുകാർ താവളാക്കിയ ശേഷം ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സമൂഹത്തെ തമിഴ്നാട്ടിൽ നിന്നും വന്ന് കൊണ്ടുവന്നു. ഈ തമിഴ്നാട്ടുകാരാണ് അവിടെ വന്നിട്ട് ഈ അലക്ക് ജോലിയിൽ ഏർപ്പെട്ടത്. ഈ അലക്ക് ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ പിന്നീട് ആ സ്ഥലം മുഴുവൻ സ്വന്തമാക്കി അവരിങ്ങനെ കഴിയുകയാണ്. ഇതുപോലെ തന്നെ ബാർബർമാരെ കൊണ്ടുവന്നു. അവർക്ക് വേറൊരു സ്ഥലം പാളയത്ത്. അപ്പോൾ ഈ അലക്കുകാരുടെ ആ ഒരു എന്താ പറയുക, ആ കുളം പിന്നീട് 1904 മറ്റേ ബ്രിട്ടീഷ് ആളുകളുടെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ വരില്ലേ, ആ കുളത്തിൽ നല്ല കുളമല്ല, അതിൽ ഇപ്പം സുഖമൊക്കെ വരുന്നില്ല, അതേമാതിരി ആ കുളം ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഭരിക്കുന്ന ഭരണകൂടം 2 വലിയ കിണർ കുത്തി. അത്രയും പഴക്കമുണ്ട് അവിടുത്തെ 2 കിണറുണ്ടാണ്. അലക്കാരെ കണ്ടില്ലേ, അലക്കിങ്ങനെ ഒരിടലും നനയ്ക്കതൊക്കെ ഇല്ലേ. അപ്പോൾ ആ അലക്കുകാരായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. ഈ അലക്കുകാർ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 90 കൊല്ലം തികയാൻ പോകുന്ന. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, 1937 ആദ്യമായിട്ട് ധോബിഖാനയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 37, 10, 47, 57, 67, 77, 87, 97, 107, 117, 127. അപ്പോൾ അടുത്ത കൊല്ലം 90 വയസ്സാവും മുതലക്കുളത്തിന്. അപ്പം എന്തായാലും ഒരു വലിയ ആഘോഷമൊക്കെ വരും. അപ്പം നീ ഓർമ്മപ്പെടുത്തിയതിനെ കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് വന്നത്. പിന്നെ മുതലക്കുളത്ത് വേറെയും കുറേ ആൾക്കാർ അവിടുന്ന് മാറ്റി പാർപ്പിച്ചു. അവിടെ ഹോട്ടലൊക്കെ വരുന്ന റോഡ് വീതി കൂട്ടുമ്പോഴൊക്കെ അവരെ പിന്നീട് എന്താ വെച്ചാൽ വെസ്റ്റിലേക്ക് മാറ്റി. വെസ്റ്റിലും ധോബിഖാനില്ല അവിടെ. പക്ഷെ അവിടെ പോകാൻ ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഈ 2 കിണർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പോയാലും അവിടെ മഴയത്തും വേനലിലും ഒക്കെ കോഴിക്കോട് നഗരത്തിൻ്റെ കംപ്ലീറ്റ് അലക്ക് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ആശുപത്രിയിലെ ലോഡ്ജുകളിലെ അത് മുഴുവൻ അലക്കി വെളുപ്പിച്ച് നമ്മളെ സൂതനും മാന്യന്മാരാക്കി നടത്താൻ ഇവർ പകൽ പണിയെടുക്കുകയാണ്. അതാണ് ഈ മുതലക്കുളം. അപ്പോൾ ഏതായാലും 90 കൊല്ലം തികയാൻ പോവുകയാണ്. മുതലക്കുളം ധോബിഖാനയായി സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണ്. 90 കൊല്ലം ആരാ ഇപ്പോൾ ഓർക്കുക? അവിടെ ഒരു പള്ളിയില്ലേ, അവിടെ എന്താ പട്ടാളപ്പള്ളി എന്ന് പേര് വരാൻ കാരണം? അവിടെ ഇപ്പോൾ പട്ടാളമില്ല എന്നുള്ളൂ. അക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർ അതിലുള്ള മുസ്ലിം സമുദായക്കാർക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ താൽക്കാലികമായിട്ട് ഒരു പള്ളി പണിയുകയും അവിടെ ആയിരുന്നു ഈ പട്ടാളക്കാർ അവരുടെ സൗകര്യം. അവർ ടെൻ്റടിക്കൊക്കെ താമസിക്കുന്നതല്ലേ, അവിടെ ഇവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ആയിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ആൾ വലുതായി വരുന്നവരെ പട്ടാളപ്പള്ളി എന്ന് പറഞ്ഞാൽ പട്ടാളം ഇപ്പോൾ അവിടെ ഇല്ല. അല്ല റിട്ടയർഡ് പട്ടാളക്കാരോ അല്ലെ നാട്ടിൽ വരുന്ന പട്ടാളക്കാരോ മറ്റോ അവിടെ പോയി നിസ്കരിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ പട്ടാളപ്പള്ളി വരുന്നത് പട്ടാളപ്പള്ളി എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ.